നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചൂടേറിയ വാക്പോരിന് ശേഷം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി US-ൽ നിന്ന് നേരെ പോയത് ലണ്ടനിലേക്ക്. വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച എങ്ങുമെത്താതെ അലസിപ്പിരിഞ്ഞതിന് പിന്നാലെയാണ് സെലൻസ്കി ലണ്ടനിലെത്തിയത്. അമേരിക്കയിൽ സെലൻസ്കിക്ക് ട്രംപിന്റെ മേധാവിത്വമാണ് കാണേണ്ടി വന്നതെങ്കിൽ UK-യിൽ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. ആലിംഗനം ചെയ്താണ് സെലൻസ്കിയെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വരവേറ്റത്. റഷ്യക്കെതിരായുള്ള യുദ്ധത്തിൽ യുക്രൈന് പൂർണ്ണ പിന്തുണയും കെയർ സ്റ്റാർമർ വാഗ്ദാനം ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 10 ഡൗണിംഗ് സ്ട്രീറ്റിന് മുന്നിലെത്തിയ സെലൻസ്കിയെ ആർപ്പുവിളികളോടെയാണ് സ്വീകരിച്ചത്. തുടർന്ന് ഇരുവരും കൂടിക്കാഴ്ച നടത്തി. UK-ക്ക് പുറമെ നാറ്റോ അംഗരാജ്യങ്ങളും ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സഖ്യരാജ്യങ്ങളും യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുറമെ തെരുവിൽ നിങ്ങൾ കേട്ട ആരവങ്ങൾ പോലെ UK-യിലുടനീളം നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുണ്ട്. ഇതാണ് സെലൻസ്കിയോട് സ്റ്റാർമർ പറഞ്ഞത്. എത്ര കാലം വേണമെങ്കിലും ഞങ്ങൾ യുക്രൈനൊപ്പം നിൽക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്റ്റാർമറിനും UK-യിലെ ജനങ്ങൾക്കും അവരുടെ പിന്തുണയ്ക്കും സെലൻസ്കി നന്ദി പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിൽ ട്രംപിന്റെ സെലൻസ്കിയോടുള്ള പെരുമാറ്റത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. 2022-ൽ ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സ്വീകരിച്ചു വന്നിരുന്ന യുക്രൈൻ അനുകൂല നിലപാടിനു മേലാണ് ട്രംപ് കോടാലി വെച്ചത്. യുദ്ധത്തിൽ US നൽകിയ സഹായത്തിന് നന്ദി പ്രകടിപ്പിക്കാത്തതിന് ട്രംപും US വൈസ് പ്രസിഡന്റ് JD വാൻസും സെലൻസ്കിയെ പരസ്യമായി വിമർശിച്ചു. തത്സമയ സംപ്രേഷണമായി ഇത് ലോകം മുഴുവൻ കാണുകയും ചെയ്തു. റഷ്യയുമായുള്ള യുദ്ധം ചർച്ചയിലൂടെ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി യുക്രൈന്റെ ധാതു സമ്പത്തിൽ US-ന് പ്രവേശനം നൽകുന്ന ഒരു കരാറിൽ ഒപ്പിടാൻ ട്രംപ് സമ്മർദ്ദം ചെലുത്തുകയും സെലൻസ്കി ഒപ്പിടാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വൈറ്റ് ഹൗസിൽ നടന്ന നാടകീയ സംഭവങ്ങളോടെ കരാറിൽ അന്തിമ തീരുമാനമെടുക്കാതെ സെലൻസ്കി US വിടുകയായിരുന്നു. ഞായറാഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ മറ്റ് യൂറോപ്യൻ നേതാക്കളുമായി ഉച്ചകോടി സംഘടിപ്പിക്കുന്നുണ്ട്. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ യുക്രൈനെ എങ്ങനെ പിന്തുണയ്ക്കാമെന്ന് ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. ഫ്രാൻസ്, ജർമ്മനി, ഡെൻമാർക്ക്, ഇറ്റലി, നെതർലാൻഡ്സ്, നോർവേ, പോളണ്ട്, സ്പെയിൻ, തുർക്കി, ഫിൻലാൻഡ്, സ്വീഡൻ, ചെക്കിയ, റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളും നാറ്റോ സെക്രട്ടറി ജനറൽ, യൂറോപ്യൻ കമ്മീഷൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റുമാരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും യുക്രൈന് നൽകുന്ന പിന്തുണ സംബന്ധിച്ചും യൂറോപ്യൻ നേതാക്കൾ ഉച്ചകോടിയിൽ ചർച്ച നടത്തും. അതിനു മുന്നോടിയായി യുദ്ധത്തിൽ യുക്രൈന്റെ പ്രതിരോധത്തിനായി $2.84 ബില്യൺ വായ്പ നൽകുമെന്ന് സ്റ്റാർമർ അറിയിച്ചു. ചാൾസ് മൂന്നാമൻ രാജാവുമായും സെലൻസ്കി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സെലൻസ്കി അല്ല, പുടിനാണ് മൂന്നാം ലോക മഹായുദ്ധത്തിനായി കളമൊരുക്കുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പ്രതികരിച്ചത്. ട്രംപിന്റെ പെരുമാറ്റത്തെ ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റെയിൻമിയറും വിമർശിച്ചു.